ഫുട്ബോളിലെ രണ്ട് ഇതിഹാസങ്ങളുടെ പിറന്നാൾ ദിനമാണ് ഇന്ന്. പോർച്ചുഗൽ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോയും ബ്രസീലിയൻ താരം നെയ്മർ ജൂനിയറും. വിശ്വകിരീടം നേടാനായില്ലെങ്കിലും ഫുട്ബോളിൽ പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭകളാണ് റോണോയും നെയ്മറും. ലോക ഫുട്ബോളിൽ ഏറ്റവും അധികം ആരാധകരുള്ള രണ്ട് താരങ്ങൾക്ക് ഇന്ന് പിറന്നാൾ മധുരം. പ്രായത്തെ മനക്കരുത്തുകൊണ്ട് കീഴടക്കിയ ഐബീരിയൻ പോരാളി ക്രിസ്ത്യാനോ റൊണാൾഡോ 40-ാം വയസ്സിലേക്കും നെയ്മർ ജൂനിയർ 33-ലേക്കും കടക്കുന്നു. ഫുട്ബോൾ മൈതാനത്ത് മാന്ത്രിക കാലുകൾ കൊണ്ട് ഇവർ തീർത്ത അഴകിന് വാക്കുകളില്ല. അരങ്ങേറ്റം കുറിച്ച് 2 ദശാബ്ദം പിന്നിട്ടിട്ടും ഇന്നും സൗദി നഗരികളെ ഫുട്ബോൾ ആവേശത്തിലാഴ്ത്തുകയാണ് റൊണാൾഡോ. അൽ നസറിനായി ബൂട്ടണിയുന്ന റോണോ പ്രായം തളർത്താത്ത പോരാളിയായി ഗോൾ വേട്ട തുടരുന്നു. 2003-ൽ സ്പോർട്ടിംഗ് ലിസ്ബണിനായി പന്തു തട്ടിയായിരുന്നു തുടക്കം. പിന്നാലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെത്തി. യുണൈറ്റഡിൻ്റെ ചുവന്ന ജേഴ്സിയിൽ നിറഞ്ഞാടിയ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേര് ചുരുങ്ങിയ കാലയളവിൽ ശ്രദ്ധേയമായി. 2009-ൽ ഫുട്ബോൾ ട്രാൻസ്ഫർ റെക്കോർഡുകൾ തകർത്തുകൊണ്ട് റൊണാൾഡോ ബെർണബ്യൂവിലേക്ക് ചേക്കേറി. മാഡ്രിഡ് കാലത്ത് 1-ലധികം ബാലൻഡിയോർ പുരസ്കാരങ്ങളും റൊണാൾഡോ കൈപ്പിടിയിലാക്കി. ലാലിഗ കിരീടം, ചാമ്പ്യൻസ് ലീഗ് കിരീടം എന്നിങ്ങനെ ഒട്ടനവധി നേട്ടങ്ങളുമായാണ് റയലിലെ സുവർണകാലത്തോട് ക്രിസ്ത്യാനോ വിട പറഞ്ഞത്. പിന്നാലെ യുവൻറ്റസിലേക്കും അൽ നസറിലേക്കും ക്രിസ്ത്യാനോ ചേക്കേറി. പന്ത് തട്ടിയ ഭൂഖണ്ഡങ്ങളിലെല്ലാം ക്രിസ്ത്യാനോ ഗോളടി തുടർന്നുകൊണ്ടേയിരുന്നു. 2016 യൂറോ കപ്പിലും 2018 നാഷൻസ് ലീഗ് കപ്പിലും പോർച്ചുഗലിനെ കിരീടത്തിൽ എത്തിച്ച നായകനാണ് റൊണാൾഡോ. 5 ബാലൻഡിയോർ, 5 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, ഫിഫ പ്ലെയർ ഓഫ് ദി ഇയർ, പുസ്കാസ് അവാർഡ്. റോണോ വാരിക്കൂട്ടിയ നേട്ടങ്ങൾ നിരവധിയാണ്. നൈസർഗിക കാൽപന്ത് മികവുമായി എത്തി ഫുട്ബോളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പന്താട്ടക്കാരൻ. ബ്രസീലിയൻ തെരുവുകളിൽ നിന്ന് ലോക ഫുട്ബോളിലേക്ക് ഓടിക്കയറിയ മാന്ത്രികൻ. ജോഗോ ബൊണിറ്റയുടെ സുന്ദരതാളങ്ങളുമായി ഫുട്ബോളിൽ കാൽപ്പനികത രചിച്ച നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ. ബ്രസീലിയൻ ക്ലബ്ബ് സാന്റോസിലൂടെ അരങ്ങേറ്റം. അധികം വൈകാതെ ബ്രസീലിലെ അത്ഭുത ബാലൻ്റെ വരവ് ലോക ഫുട്ബോളിൽ ആളിപ്പടർന്നു. കാത്തിരിപ്പിനൊടുവിൽ 2013-ൽ നെയ്മർ ക്യാമ്പ് നൗവിലെത്തി. മെസ്സിക്കും സുവാരസിനുമൊപ്പം ലാലിഗയിൽ പന്ത് തട്ടിയ നെയ്മർ തൻ്റെ മനോഹരമായ പാദചലനങ്ങൾ കൊണ്ട് മായാജാലം തീർത്തു. പിന്നീട് പാരീസിലേക്കും ശേഷം സൗദിയിലേക്കും നെയ്മർ ചേക്കേറി. തുടർച്ചയായ പരിക്കുകൾ നെയ്മറിനെ അലട്ടിക്കൊണ്ടിരുന്നു. പരിക്ക് കാരണം ദിവസങ്ങളും മാസങ്ങളും താരത്തിന് പുറത്തിരിക്കേണ്ടി വന്നു. സൗദി ക്ലബ് അൽ ഹിലാലിനായി വിരലിൽ എണ്ണാവുന്ന മത്സരങ്ങളിൽ മാത്രമാണ് നെയ്മർ ബൂട്ട് കെട്ടിയത്. ഒടുവിൽ പന്താട്ടം ആരംഭിച്ച സാന്റോസിലേക്ക് തന്നെ നെയ്മർ മടങ്ങിയെത്തി. വിശ്വകിരീടത്തിൽ മുത്തമിടാനായില്ലെങ്കിലും ഫുട്ബോളിൽ പകരം വയ്ക്കാനില്ലാത്ത അതുല്യ പ്രതിഭകൾക്ക് പിറന്നാൾ ആശംസകൾ. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.